നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴിയരികിൽ നിന്ന സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണിപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 2023 ഏപ്രിൽ 5-നാണ് സംഭവം നടക്കുന്നത്. തൃശൂർ ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഷർട്ട് അടക്കം ഊരിമാറ്റിയ നിലയിലാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. സ്റ്റേഷനിലെത്തിയത് മുതൽ 3-ലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം. സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തും അടക്കം അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഈ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. SI നുഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. എന്നാൽ സംഭവത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. തുടർന്ന് വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്നും വ്യക്തമായി. പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണിപ്പോൾ. പിന്നാലെയാണ് വിവരാവകാശ പ്രകാരം മർദ്ദന ദൃശ്യങ്ങൾ പരാതിക്കാരന് ലഭിച്ചത്. വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ പോലീസ് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി പോലീസിനെ കൃത്യനിർവഹണം ചെയ്യാൻ തടസ്സമുണ്ടാക്കിയെന്ന വ്യാജ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ജാമ്യം ലഭിച്ച സുജിത്ത് വിവരാവകാശ നിയമപ്രകാരമാണ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നേടിയെടുത്തത്. ഈ വീഡിയോ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. 5 പോലീസുകാർ ചേർന്നാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആദ്യം ഒരു മുറിയിലിട്ട് മർദ്ദിക്കുകയും പിന്നീട് മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. 4 പോലീസുകാർ ചേർന്നാണ് സുജിത്തിനെ മർദ്ദിക്കുന്നത്. SI ആയിരുന്ന നുഹ്മാൻ, CPOമാരായിരുന്ന ശശീന്ദ്രൻ, സന്ദീപ്, സഞ്ജീവൻ എന്നീ പോലീസുകാരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടത്. ഇതിന് പിന്നാലെ പോലീസ് സുജിത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. FIR കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. റോഡരികിൽ നിന്നിരുന്ന യുവാക്കളെ പോലീസ് അനാവശ്യമായി ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു. തുടർന്നാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വരുന്ന വഴി ഷർട്ടടക്കം ഊരിമാറ്റി മൃഗസമാനമായി തല്ലിച്ചതച്ചു. ചെവിയടക്കം ചേർത്ത് കരണത്ത് ശക്തമായി അടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് വാശി തീർക്കാൻ എന്നോണം പല പോലീസുകാർ ഇരുകാരണത്തും മാറി മാറി അടിക്കുന്നുണ്ട്. സ്റ്റേഷനിലെത്തിയപ്പോൾ മുതൽ 3-ലധികം പോലീസുകാർ ചേർന്ന് സുജിത്തിനെ മർദ്ദിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തിയും കൈമുട്ടുകൊണ്ട് സുജിത്തിന്റെ പുറത്തും മുഖത്തും അടക്കം അടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്നുള്ള FIR ആണ് പോലീസ് ഇടാൻ നോക്കിയത്. എന്നാൽ അതും തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സുജിത്തിന് ജാമ്യം ലഭിച്ചതും. ഏതായാലും അന്ന് ക്രൂരമായ മർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്കടക്കം തകരാർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ പരാതി നൽകിയപ്പോൾ പോലീസ് കേസെടുത്തിരുന്നില്ല. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ പോലീസിന് അധികാരമുണ്ട്. എന്നാൽ ഇതിനപ്പുറമുള്ളത് പല ആൾക്കാരും ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും കാണാതിരിക്കുകയും ഒരു വിഭാഗം പാർട്ടിയിലെ യുവ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തകർക്കെതിരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിടുന്നതൊന്നും തന്നെ ആളുകൾ നോക്കി നിൽക്കില്ല. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് സുജിത്തിനെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ശബരിനാഥ് അടക്കം ഇതിന്റെ ഒരു വീഡിയോ, ഈ CCTV വീഡിയോ അടക്കം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഇത് താഴെ നിരവധി ആളുകളാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത്. ഈ പലപ്പോഴും ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്തിട്ടുള്ള ക്രിമിനലുകളെയൊക്കെ തന്നെ പോലീസ് കൊണ്ടുപോകുന്നത് കാണാനായിട്ട് സാധിക്കും. അവരെയൊക്കെ തന്നെ നാട്ടുകാർ ഏതെങ്കിലും രീതിയിലൊന്ന് കൈവയ്ക്കും
വെക്കാൻ ശ്രമിച്ചാൽ പോലും അവരെയൊക്കെ തടയുകയും അവരെ പൂർണ്ണമായി സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ തന്നെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാറുണ്ട്. മാത്രമല്ല നിരവധി ആളുകൾ ഇതിനെയാണോ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്തേ രക്ഷാപ്രവർത്തനമായിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് പോലീസിന്റെ ഈ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ ഇടുന്നത്.